അടുത്ത വീഡിയോ മുതൽ ജേർണലിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറയുമ്പോഴും എനിക്ക് ഓർമ്മയുണ്ടായില്ല. ഐ ഹാവ് നോ ജേർണലിംഗ് ബുക്ക് എന്ന നഗ്ന സത്യം. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങും. അപ്പോൾ പിന്നെ ഞാനതെങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കും? സംഭവം നിങ്ങൾ ഈ 1.5 മിനിറ്റ് കാണുന്ന വീഡിയോ ഞാൻ രാവിലെ മുതൽ ഉച്ചവരെ ഇരുന്നിട്ടാണ് തീർത്തത്. പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ലല്ലോ. സംഭവം ഇപ്പം ഈ പ്രവർത്തനത്തിന്റെ ആവശ്യമൊന്നും ഇല്ല. വരയില്ലാത്തൊരു ചെറിയ നോട്ട്ബുക്ക് മേടിച്ച് അതിനെ വൈറ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിലാക്കി എടുത്താൽ മതി. പക്ഷെ എപ്പോഴത്തെയും പോലെ നമുക്കത് പോരല്ലോ. ഇതെന്റെ ആദ്യത്തെ ജേർണലിംഗ് ബുക്കാണ്, അതുകൊണ്ട് അത് കുറച്ച് മെമ്മറബിൾ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഈ പിങ്കി പൂക്കി ഐറ്റംസിനോടൊന്നും ഒരുപാട് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ഇതിന്റെ കവർ ചെയ്തത്. ഇതിനു വേണ്ടി ഞാൻ ഒരു സ്റ്റേഷനറി ഐറ്റംസും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ഈ ബ്രൗൺ കളറിൽ കാണുന്ന പേപ്പർ ഇല്ലേ, അത് ഏതൊരു സ്റ്റിക്കർ വാങ്ങിയപ്പോൾ അതിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന പേപ്പറാണ് കേട്ടോ. നമ്മൾ റൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാ ബ്ലാക്ക് ഇങ്ക് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാതും വരച്ചതും എഴുതിയതും. പിൻട്രസ്റ്റിലൊക്കെ നോക്കിയാൽ വരയ്ക്കാൻ കുറച്ചുകൂടി എളുപ്പമുള്ള പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാതും ഒട്ടിച്ച് വന്നപ്പോൾ എന്തോ ഒരു ഫിനിഷിങ് കുറവ് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന A4 സൈസ് ബുക്കിലെ ബാക്കി വന്ന പേജ് കൊണ്ടാണ് ഞാൻ ഈ ബുക്ക് ചെയ്തത്. നിങ്ങളിത് ചെയ്യുമ്പോൾ ചെറിയ ബുക്കാണ് എടുക്കുന്നതെങ്കിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഇതുപോലൊരു ബുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ജേർണലിംഗ് ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഹാൻഡ് മെയ്ഡ് ബുക്സ് തന്നെയാണ്.